അടുക്കള വേസ്റ്റ് കൊണ്ട് നമുക്ക് കുറച്ച് വളങ്ങൾ ഉണ്ടാക്കിയാലോ? വീട്ടിൽ എത്ര തന്നെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടായാലും നമുക്ക് ഞൊടിയിടയിൽ നല്ല അടിപൊളി വളങ്ങൾ ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വളങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 വളങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏത് വളങ്ങളാണെന്നൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം കുറച്ച് പച്ചക്കറി വേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കറി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വേസ്റ്റും ഉണ്ട്. പഴത്തിൻ്റെ വേസ്റ്റ് ഉണ്ട്, ഒരുപാട് വേസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ബക്കറ്റോ എന്തെങ്കിലും സ്പിന്നർ, ഇതെൻ്റെ വാഷിംഗ് മെഷീൻ്റെ സ്പിന്നറാണ് കേട്ടോ. അപ്പോൾ അത് പഴയ വാഷിംഗ് മെഷീൻ്റെ സ്പിന്നറാണ്. അപ്പോൾ അതിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പച്ചക്കറി വേസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഡെയിലി വരുന്ന വേസ്റ്റ്, കപ്പടത്തൊലി, മിക്ക എല്ലാവിധ വേസ്റ്റുകളുണ്ട്, പച്ചക്കറി വേസ്റ്റുകളുണ്ട് കേട്ടോ. ഇതിൽ ഫുഡ് വേസ്റ്റ് ഇല്ല, അതുപോലെ മീനിൻ്റെ ഇല്ല, പച്ചക്കറി വേസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ഊറി സ്ലറി ഉണ്ടായി കിട്ടും. അപ്പോൾ ഈ സ്ലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾക്ക് നല്ല ഗ്രോത്ത് നൽകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ ഉണ്ടാക്കി എടുക്കുന്നെങ്കിൽ ഒരു ഓട്ടയുള്ള ഒരു ബക്കറ്റ് എടുത്ത് അതിലിട്ട് വെച്ചാലും മതി. ഇനി നമുക്ക് മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് നല്ല അടിപൊളി സംഭവം ഉണ്ടാക്കാം. ഇത് ചാളയാണ് കേട്ടോ, മത്തിയുടെ വേസ്റ്റ് കൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് ഫിഷ് അമിനോ ഉണ്ടാക്കാം. അതെങ്ങനെയെന്ന് നോക്കിയാലോ? മത്തിയുടെ വേസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മത്തിയല്ല ഞാൻ എടുത്തിട്ടുള്ളത്, നന്നാക്കിയിട്ടുള്ള ആ തലയും അതിൻ്റെ കുടലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുക്കുക. നല്ല ടൈറ്റായിട്ടുള്ള ഒരു മൂടി, നല്ല ടൈറ്റായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് പാത്രം എടുക്കണം. അതിലേക്ക് ഫിഷ് വേസ്റ്റും പിന്നെ അതുപോലെ ശർക്കരയും, നമ്മൾ മീൻ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള ശർക്കരയും, മീനെന്ന് പറഞ്ഞാൽ മീനിൻ്റെ വേസ്റ്റ്, അതും അതിനനുസരിച്ചുള്ള ശർക്കരയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കാം. അതൊരു 2 ആഴ്ചയോളം 2-3 ആഴ്ചയോളം ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ല കുഴമ്പ് രൂപത്തിലുള്ള ഒരു സംഭവം കിട്ടും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്, അത് എത്രയാണോ എടുക്കുന്നത് അതിൽ 3 ഇരട്ടി വെള്ളം ഒഴിച്ച് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 3 ആഴ്ച റെസ്റ്റ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് നല്ല അടിപൊളി വളമായി കിട്ടും കേട്ടോ. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്, ഇതുപോലെ എനിക്ക് നമ്മുടെ മുന്നിലെ കടയിൽ നിന്നും ഒരുപാട് പച്ചക്കറി വേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മാക്സിമം തൈകൾ ഉണ്ടാക്കിയെടുക്കാനും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ മുള വന്ന വാടിയിട്ടുള്ള ബീട്രൂട്ട് വെച്ച് തൈകൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നേരിട്ട് പച്ചക്കറി വേസ്റ്റ് ഞാൻ ചെടിച്ചട്ടി നിറക്കാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടി നടാൻ വേണ്ടിയിട്ട് ചട്ടി സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ ചകിരിയും അതുപോലെ ചവറും ചവറെന്ന് പറഞ്ഞാൽ കരിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് മുളപ്പിക്കാൻ പറ്റിയ പച്ചക്കറികളും അതുപോലെ തന്നെ വിത്ത് പോലെയുള്ള സംഭവങ്ങൾ നടാൻ പറ്റിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതിൻ്റെ പുറത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കരിയിലിട്ടിട്ടാണ് സെറ്റ് ചെയ്യാറ്. പോട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ അത്യാവശ്യത്തിന് മണ്ണിട്ടതിന് ശേഷം നമുക്ക് നല്ല ചെടികൾ നടാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്, ഇതുപോലെ നമ്മുടെ തൈകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മുട്ടത്തോട്, ഉള്ളിത്തൊലി, സവാളത്തൊലി, പിന്നെ പച്ചക്കറിയുടെ ഏത് വേസ്റ്റായാലും, പച്ചക്കറിയായാലും ഫ്രൂട്ട്സിൻ്റെയും ഏത് വേസ്റ്റായാലും നമുക്കിതുപോലെ നമ്മുടെ പച്ചക്കറിയുടെ താഴെ ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മേളിലേക്ക് കുറച്ച് മണ്ണും കൂടി തൂവിക്കൊടുത്താൽ നല്ല അടിപൊളി വളമായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ നല്ല വളർച്ച അതിൽ നിന്നുണ്ടാവും. പിന്നെ ഇതുപോലെ വീണ്ടും കടയിൽ നിന്ന് കിട്ടുന്ന ഇതുപോലെയുള്ള വേസ്റ്റ് കണ്ട, ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ബീൻസിൻ്റെ വേസ്റ്റാണ്. അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല അടിപൊളി തൈകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയതാണ് കുമ്പളങ്ങയുടെ തൈകളാണ് കേട്ടോ. ഇതുപോലെ തന്ന വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ തന്ന ബീൻസ് മൊത്തം നന്നായി മുളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ മിക്ക ദിവസങ്ങളിലും കടയിൽ നിന്ന് പച്ചക്കറി വേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതുപോലെ മുളച്ച ബീൻസ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കുമ്പളങ്ങ മുളച്ചതിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബീൻസും നമുക്ക് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെയും പിന്നെ ബീട്രൂട്ടിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കയറി കാണണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുള വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, നന്നായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ വേറെ ബീൻസ് നടുന്ന ഒരു വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ. ഇലകളൊക്കെ അതിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വേസ്റ്റും ഞാൻ അങ്ങനെയാണ് ഉപകാരപ്പെടുത്താറ്. പിന്നെ നമ്മുടെ ഈ ചെറുനാരങ്ങയൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ പച്ചക്കറി വേസ്റ്റ് നമ്മൾ പിന്നെ വേറെ രീതിയിലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലിട്ട് കൊടുക്കുമ്പോൾ നല്ല മണം, ദുർഗന്ധം വരാതിരിക്കാൻ നല്ലതാണ് ഈ നാരങ്ങേൻ്റെ വേസ്റ്റ് അതിൽ ഇടുന്നത്. നമ്മളിപ്പോൾ സ്ലറി ഉണ്ടാക്കുന്നതിലും ഈ നാരങ്ങ ഇട്ട് കൊടുത്താൽ, ചീഞ്ഞ നാരങ്ങയാണ്, അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ നമുക്ക് ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ മാവ് നന്നായി പൂത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാങ്ങ ഇതാ വീണു. ഇന്നലെ മാങ്ങ പറിച്ചിട്ടുണ്ടായി. അപ്പോൾ ഒരു മാങ്ങ ഇങ്ങോട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളി മാങ്ങ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചവറ്, പിന്നെ നമ്മൾ നേരത്തെ പച്ചക്കറി ഇട്ട് കൊടുത്തല്ലോ, പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുത്തല്ലോ, ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും നല്ലതാണ് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് അടിപൊളി ജൈവവളം ഉണ്ടാക്കാട്ടോ, കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് പച്ചക്കറി വേസ്റ്റിൽ നിന്ന് സൂപ്പർ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ 3 കുഴലുകൾ എൻ്റെ ഗാർഡനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കും. പഴത്തിൻ്റെ തൊലി, പിന്നെ ഫ്രൂട്ട്സിൻ്റെ ബാക്കി വന്നത് തൊലികൾ, അതുപോലെ പച്ചക്കറിയുടെ എല്ലാ വേസ്റ്റും ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഒരു കുഴൽ നിറയുമ്പോൾ അടുത്ത കുഴലിൽ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് മണ്ണും കൂടി ദിവസം ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെ ഈ 3 കുഴലും നിറയുമ്പോൾ, ഓരോ കുഴലും നിറയുമ്പോഴാണ് അടുത്ത കുഴലിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിതാ ഇപ്പോൾ ഒരു കുഴൽ അഴിച്ചു നോക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറുതെ അഴിച്ചു നോക്കിയത്. അപ്പോൾ അതാ പുട്ടും കുറ്റിയിൽ നിന്ന് പുട്ട് കുത്തണ പോലെയാണ് നമ്മുടെ കമ്പോസ്റ്റ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞത് സ്വർണ്ണം എന്ന്. ഇത് നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് നല്ല അടിപൊളി വളമാണ് കേട്ടോ. ഈ കമ്പോസ്റ്റ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. എനിക്കിങ്ങനെ കൈയിട്ടിട്ട് ഞാൻ വാരി എടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴലെടുത്തതിൻ്റെ ഭാഗത്തേക്കൊന്ന് നോക്കി നോക്കാം. അവിടെ ഒരു കുഴിയിലാണ് ഈ കുഴൽ തറച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലെന്തോരം ഉണ്ട് നോക്കി നോക്കാം കേട്ടോ. ഇതുപോലത്തെ ഉള്ള PVC പൈപ്പുകളാണ് നമുക്ക് നല്ലത്. പിന്നെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ കുഴിയിലേക്ക് നോക്കിയപ്പോൾ അതാ അതിലും നല്ല അടിപൊളിയായിട്ട് സ്വർണ്ണം കുഴിച്ചെടുക്കുന്ന പോലെ ഞാൻ ഇതിൽ നിന്ന് കോരിയെടുക്കുന്നത് ഈ കമ്പോസ്റ്റ്. അപ്പോൾ എനിക്കിന്ന് ഭയങ്കര സന്തോഷമായിട്ടിരിക്കണേന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ആ കുഴൽ അതിലേക്ക് തന്നെ ആ കുഴിയിലേക്ക് തറച്ച് വെച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ അതിൽ അത്യാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി പിന്നെടുക്കാം. അപ്പോൾ ഇപ്പോൾ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ അത്യാവശ്യം കമ്പോസ്റ്റും അതുപോലെ ജൈവ സ്ലറിയും നമുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്കൊരു 10 പൈസ ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിലെ ഈ വേസ്റ്റ് നമുക്ക് സൂപ്പർ വളമായിട്ട് എടുക്കാം കേട്ടോ. അത് സിമ്പിൾ മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഒരു കുഴലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് വളം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ജൈവ സ്ലറിയും അതുപോലെ കമ്പോസ്റ്റും ഞാൻ ഒരു ഡപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യാനുസരണം നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡപ്പിയിൽ നമ്മുടെ സ്ലറി ശേഖരിച്ച് വെക്കുക. അപ്പോൾ അതിൽ നിറച്ച് പുഴുക്കളുണ്ട് കേട്ടോ. ഈ പുഴുക്കളൊക്കെ അതിൽ കുതിർന്ന് അലുത്ത് അവ ചത്തിട്ട് അതിൽ അഴുകി ചേരണം. അപ്പം നല്ല അടിപൊളിയാവും. പിന്നെ നമ്മൾ ജൈവ സ്ലറിയൊക്കെ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പം നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഒരു കപ്പ് എടുത്തിട്ട് അതിൽ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ കമ്പോസ്റ്റ് നമുക്ക് കുറച്ച് നമ്മുടെ പച്ചക്കറി തൈകളിലെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ കമ്പോസ്റ്റ്. അപ്പോൾ എനിക്ക് കമ്പോസ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചകിരിച്ചോറ് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താണ് കേട്ടോ. അതെന്തോ ഒരു ആവശ്യത്തിന് എടുത്തപ്പോൾ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കമ്പോസ്റ്റും കിട്ടിയിട്ടുണ്ട്, അതുപോലെ നല്ല അടിപൊളി ജൈവ സ്ലറിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അടുക്കളയിലെ വേസ്റ്റ് ഇതുപോലെ അടിപൊളി വളങ്ങളാക്കി എടുക്കണം. ഇത് വളരെ സൂപ്പർ മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതുപോലെ എളുപ്പമുള്ള മെത്തേഡ് ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പം നല്ല അടിപൊളി പച്ചക്കറി തൈകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവട്ടെ, ഒരുപാട് പച്ചക്കറികളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. നല്ല വീഡിയോകളായിട്ട് ഇനി പിന്നെയും വരാം.